നമസ്കാരം. ഇവർക്കും ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. ഹിന്ദു ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. ഫസ്റ്റ് ആർട്ടിക്കിൾ ഫോർ IAF പൈലറ്റ്സ് നെയിംഡ് ആസ് പോസിബിൾ ഗഗൻയാൻ ക്രൂ എന്നുള്ളതാണ് ആർട്ടിക്കിളിലെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ന്യൂസ് പേപ്പറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിളും ഇത് തന്നെയാണ്. കാരണം ഇന്നലെ ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ കേരളം സന്ദർശിച്ചപ്പോഴേക്കും വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ISROയുടെ ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരത്തുള്ള സെന്ററിൽ വെച്ചിട്ടാണ് അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഈ ഒരു അൺവീലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗഗൻയാൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ട 4 പോസിബിൾ ക്രൂസിനെ ഈ പറഞ്ഞ പോലെ അദ്ദേഹം അൺവീൽ ചെയ്യുന്നതിന്റെ ഒരു വാർത്തയാണ് ഈ ഒരു ഫസ്റ്റ് ആർട്ടിക്കിളായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഈ ഹെഡ്ലൈൻ തന്നെ നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഫോർ ഇന്ത്യൻ എയർഫോഴ്സ് പൈലറ്റ്സ്, അത് പോസിബിൾ ക്രൂ ആണ് കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനലി ഈ പറഞ്ഞ പോലെ ഗഗൻയാൻ മിഷനെ കുറിച്ചിട്ട് ഒറിജിനൽ ഒരു 2-3 വർഷം മുമ്പ് തന്നെ നമ്മൾ ഇതിന്റെ ഒരു പദ്ധതികളൊക്കെ തന്നെ വിഭാവനം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇൻ ബിറ്റ്വീൻ കോവിഡ് വന്നു കഴിഞ്ഞപ്പോഴേക്കുമാണ് ഇതിന് ഇത്രത്തോളം ഡിലേ വന്നു പോയത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു മിഷൻ ശരിക്കും പറഞ്ഞാൽ നടക്കേണ്ടതായിരുന്നു. ആ ഒരു കോവിഡ് വന്നതിന്റെ ഒരു ഡിലേ കാരണമാണ് ഇത്ര നാളും വൈകിട്ടുണ്ടായിരുന്നത്. സോ ഒറിജിനലി ഡിസൈൻ ചെയ്തതിനകത്ത് ഈ പറഞ്ഞ പോലെ 3 മെമ്പർ ക്രൂ ആയിരിക്കും ഈ പറഞ്ഞ പോലെ ഗഗൻയാൻ മിഷനകത്ത് ബഹിരാകാശത്തേക്ക് പോകുന്നത് എന്നുള്ളതാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഈ 4 പേരിലും ഈ പറഞ്ഞ പോലെ ഈ 4 പേരിൽ നിന്നായിരിക്കും ഈ ലാസ്റ്റ് സെന്റൻസ് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ദ ഫൈനൽ ക്രൂ ഫോർ ദ മിഷൻ വിൽ ബി പിക്ഡ് ഫ്രം എമംഗ് ദ 4. ഈ 4 പേരിൽ നിന്നും ആയിരിക്കും ഈ പറഞ്ഞ പോലെ ഫൈനൽ ക്രൂവിലേക്ക് എത്ര പേരുണ്ടെന്നുള്ള രീതിയിലേക്ക് പിക്കപ്പ് ചെയ്യുന്നത്. അത് 3 ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ 4 പേരെയും അയക്കും എന്നുള്ള കാര്യത്തിലേക്കും ഇനി ഫൈനൽ ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ തന്നെ വരേണ്ടതുണ്ട്. എന്തായാലും നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള രീതിയിൽ ഈ പറഞ്ഞ പോലെ പോയിന്റ്സ് വെച്ചിട്ട് എക്സാമിന്റെ രീതിയിൽ ഈ ഒരു മിഷനെ കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് പഠിച്ചിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിന് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് അല്ലെങ്കിൽ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ പോയിന്റ് ഗഗൻയാൻ മിഷൻ തന്നെയാണ്. ഈ ഒരു ടോപ്പിക് വരുന്ന ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും എക്സാം റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഈ ഒരു ആർട്ടിക്കിളിനെ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ദെൻ ഗഗൻയാൻ ഇസ് എ മിഷൻ ബൈ ദ ഇന്ത്യൻ സ്പേസ് ഓർഗനൈസേഷൻ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആൻഡ് അണ്ടർ ദ ഗഗൻയാൻ ഷെഡ്യൂൾ. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ 3 ഫ്ലൈറ്റുകളായിരിക്കും ഈ ഷെഡ്യൂളിനകത്ത്. ഗഗൻയാൻ ഷെഡ്യൂളിനകത്ത് 3 ഫ്ലൈറ്റുകൾ വരും. അതിനകത്ത് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺമാൻഡ് ഫ്ലൈറ്റ്സ് ആയിരിക്കും. അതിനകത്ത് ക്രൂസ് ഒന്നും ഉണ്ടാകത്തില്ല. ഈ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള എക്യുപ്മെന്റ്സിന്റെ ഒക്കെ തന്നെ ടെസ്റ്റിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഫ്ലൈറ്റ്സ് ആയിരിക്കും ആദ്യത്തെ 2 3 ഫ്ലൈറ്റ്സിനകത്ത് ആദ്യത്തെ 2 അൺമാൻഡ് ആയിട്ടുള്ള ഫ്ലൈറ്റുകളായിരിക്കും. അതിനകത്ത് ഒരെണ്ണമായിരിക്കും ഈ പറഞ്ഞ പോലെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരിക. ദെൻ ഈ ഒരു മിഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ISRO ഒരു റോബോട്ടിനെ, ഹാഫ് ഹ്യൂമനോയിഡ് റോബോട്ടിനെ ഈ പറഞ്ഞ പോലെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോൺ ആസ് വ്യോമമിത്ര എന്ന് പറയുന്ന ഒരു ഹാഫ് ഹ്യൂമനോയിഡ്. ഈ പറഞ്ഞ നമ്മൾ നേരത്തെ തന്നെ വാർത്തകളൊക്കെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അതും ഈ ഒരു ഗഗൻയാൻ മിഷനകത്ത് ഈ ഒരു പൈലറ്റ്, ഈ ഒരു ക്രൂ മെമ്പേഴ്സിനൊക്കെ തന്നെ അസിസ്റ്റ് ചെയ്യാനായിട്ട് കൂടുതൽ ഉണ്ടാകുന്ന ഒരു ഹാഫ് ഹ്യൂമനോയിഡ് കൂടിയാണ്. ഓക്കെ, ദെൻ ഈ പറഞ്ഞ പോലെ there will be 2 unmanned flights and 1 human space flight നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആൻഡ് ദ മിഷൻ വിൽ സർക്കിൾ എർത്ത് അറ്റ് ദ ലോ എർത്ത് ഓർബിറ്റ്. എർത്തിന്റെ ഈ പറഞ്ഞ പോലെ ലോ എർത്ത് ഓർബിറ്റിലായിരിക്കും ഈ ഒരു മിഷൻ ഈ പറഞ്ഞ പോലെ സർക്കിൾ ചെയ്യുക. ഏകദേശം 5 മുതൽ 7 ദിവസം ഈ പറഞ്ഞ പോലെ ഈ ഒരു ക്രൂ എന്താ പറയുക, ഈ ക്രൂ അല്ലെങ്കിൽ ഈ മൊഡ്യൂള് ബേസിക്കലി ആ ഒരു സ്പേസിൽ നിന്ന് പഠനങ്ങളൊക്കെ തന്നെ നടത്തിയതിന് ശേഷമായിരിക്കും തിരിച്ച് ഭൂമിയിലേക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും ലോ എർത്ത് ഓർബിറ്റിലേക്കാണ് ഇത് പോകുന്നുള്ള കാര്യം ഓർക്കുക. അറ്റ് ആൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് 300 to 400 കിലോമീറ്റർ, 300 മുതൽ 400 കിലോമീറ്റർ ദൂരത്തുള്ളതാണ് ഈ ലോ എർത്ത് ഓർബിറ്റ്. ബേസിക്കലി നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഒക്കെ തന്നെ വരുന്നത് ഈ ലോ എർത്ത് ഓർബിറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. സോ ഇവിടെയോട്ടായിരിക്കും നമ്മൾ ഈ ഒരു മിഷനെ അയക്കുന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചേക്കാം. ദെൻ ഈ ഒരു പിക്ചറിനകത്ത് ഓൾമോസ്റ്റ് ആ ഒരു മിഷന്റെ എൻ്റെയർ പോയിന്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. GSLV Mark 3 റോക്കറ്റ് ഉപയോഗിച്ചായിരിക്കും നമ്മുടെ ചന്ദ്രയാൻ 3 ഒക്കെ തന്നെയാണ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു GSLV Mark 3 റോക്കറ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ഗഗൻയാൻ മിഷനും ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഓൾമോസ്റ്റ് 16 മിനിറ്റ് എടുത്തിട്ടായിരിക്കും ഈ ലോ എർത്ത് ഓർബിറ്റിലേക്ക് ഈ മിഷൻ എത്തുക. അവിടെ ചെന്നതിന് ശേഷം ഏകദേശം 5 മുതൽ 7 ദിവസം ഇത് സ്പേസിൽ കഴിയുകയും പഠനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം തിരിച്ച് ഭൂമിയിലേക്കുള്ള റീ എൻട്രി. നമ്മൾ റീസെന്റ് കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു ഈ റീ എൻട്രിയും എയറോ ബ്രേക്കിംഗ്, പാരച്യൂട്ട് ഡിപ്ലോയ്മെന്റിന്റെ ഒക്കെ തന്നെ ഫ്ലൈറ്റ് ടെസ്റ്റുകൾ നമുക്ക് സക്സസ്ഫുള്ളി ISRO കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഈ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് 36 മിനിറ്റ്സിന്റെ ഒരു ഡീ ബൂസ്റ്റിംഗ്, അതായത് ലാൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോസസ് ഉണ്ടായിരിക്കും. അതിനുശേഷം അറേബ്യൻ സീൽ, ഗുജറാത്ത് കോസ്റ്റിൽ ഈ പറഞ്ഞ പോലെ അറേബ്യൻ സീലായിരിക്കും ഇത് സ്പ്ലാഷ് ഡൗൺ ചെയ്യുക, ടച്ച് ഡൗൺ ചെയ്യുക എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഇത് നേരത്തെ ഈ പറഞ്ഞ പോലെ ഉദ്ദേശിച്ചിരുന്നതാണ് ലോഞ്ച് ഡേറ്റ് 2022 ലോഞ്ച് ചെയ്യാനായിട്ടായിരുന്നു ഇത് ഒറിജിനലി നമ്മൾ വിഭാവനം ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഡേറ്റ് വൈകാനുള്ള കാരണം നമ്മൾ ഓൾറെഡി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇൻ ബിറ്റ്വീൻ ആ ഒരു കോവിഡിന്റെ ഒക്കെ തന്നെ പ്രശ്നങ്ങൾ വന്ന കാരണം 2021 ഈ ഫ്ലൈറ്റ് ക്രൂവിനൊക്കെ തന്നെ ഇപ്പോൾ ഈ സെലക്ട് ചെയ്ത ആ 4 വ്യക്തികൾക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് പരിശീലനമൊക്കെ കൊടുക്കാനായിട്ട് സാധിച്ചു. റഷ്യയിൽ വെച്ചിട്ടൊക്കെയായിരുന്നു അവർക്ക് പരിശീലനവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നൽകാനായിട്ട് ഒരുപാടധികം ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്രയും ഈ ഒരു പ്രൊജക്ട് ഡിലേ ആയെന്നുള്ളൊരു കാര്യം ഓർക്കാം. ദെൻ ഇത് സക്സസ്ഫുള്ളി നമുക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ടു ബി ദ 4th നേഷൻ ടു ലോഞ്ച് എ മാൻഡ് സ്പേസ് ഫ്ലൈറ്റ് മിഷൻ ആഫ്റ്റർ US, റഷ്യ ആൻഡ് ചൈന. അപ്പോൾ ഇതൊരു സ്പേസ് മിഷൻ കണ്ടക്ട് ചെയ്തിട്ടുള്ള രാജ്യങ്ങൾ US ഉം റഷ്യയും ചൈനയുമാണ്. അത് ഈ പറഞ്ഞ പോലെ ആ ഒരു രീതിയിലേക്ക് നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇന്ത്യക്ക് 4th നേഷനായിട്ട് മാറാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം കൂടി കൃത്യമായിട്ടും എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കി വെച്ചേക്കാം. ദെൻ ഇതിനകത്ത് വരുന്ന പേലോഡുകളെ കുറിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. മീൻസ് ഇതിന്റെ ഭാഗമായിട്ട് ഈ ഒരു റോക്കറ്റിന്റെ ഒക്കെ തന്നെ ഭാഗമായിട്ട് മാറുന്ന 2 മൊഡ്യൂൾസ് ഉണ്ടാവും. ഒന്ന് ക്രൂ മൊഡ്യൂൾ. ആ ക്രൂ മൊഡ്യൂളിനകത്താണ് ഈ പറഞ്ഞ പോലെ ഈ സെലക്ട് ചെയ്യുന്ന ആ ഒരു പൈലറ്റ്സ് നിന്നും ഈ പറഞ്ഞ പോലെ ആൾക്കാർ കയറി സ്പേസിലേക്ക് പോവുക, സ്പേസ്
എയർക്രാഫ്റ്റ് ക്യാരിങ് ഹ്യൂമൻ ബീങ്സിനെ അറിയപ്പെടുന്നതാണ് ക്രൂ മൊഡ്യൂളും. ദെൻ ഈ പറഞ്ഞ പോലെ സർവീസ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ പവർഡ് ബൈ 2 ലിക്വിഡ് പ്രൊപ്പല്ലന്റ് എഞ്ചിൻസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സർവീസ് മൊഡ്യൂൾ. ആൻഡ് ഇറ്റ് വിൽ ബി എക്വിപ്ഡ് വിത്ത് എമർജൻസി എസ്കേപ്പ് ആൻഡ് എമർജൻസി മിഷൻ അബോട്ടും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരിക്കും. ദെൻ ലോഞ്ച് ചെയ്ത് നമ്മൾ പറഞ്ഞു GSLV Mark 3 റോക്കറ്റ്, അതായത് അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ GSLV Mark 3 റോക്കറ്റിനെ വിശേഷിപ്പിക്കുന്ന മറ്റൊരു പേരാണ് LVM Mark 3 എന്ന് വിളിക്കാറുണ്ട്. അതായത് ലോഞ്ച് വെഹിക്കിൾ Mark 3 എന്ന് അറിയപ്പെടുന്നു GSLV Mark 3 റോക്കറ്റ് തന്നെയാണെന്നുള്ള കാര്യം ഓർക്കാം. ഇതൊരു ഹെവി ലിഫ്റ്റ് ലോഞ്ച് വെഹിക്കിൾ ആണ് ISROയുടെ. ഒരു മീഡിയം ലിഫ്റ്റ് ആണ് നമ്മുടെ PSLV എന്ന് പറഞ്ഞ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആണ്. എന്നാൽ ജിയോ സിൻക്രോണസ് ലെവലിലേക്ക് കുറച്ചുകൂടെ ഹൈറ്റ് കൂടിയ ഈ പറഞ്ഞ പോലെ ഓർബിറ്റ് ലെവലിലേക്ക് കൂടുതൽ ഭാരം വഹിച്ച് ഈ പറഞ്ഞ പോലെ പോകാൻ സാധിക്കുന്ന ഒരു റോക്കറ്റ് എഞ്ചിനാണ് GSLV Mark 3. സോ അതായിരിക്കും നമ്മൾ ഈ ഗഗനിയാൻ മിഷനകത്ത് ഉപയോഗിക്കുക. വിൽ ബി യൂസ്ഡ് ടു ലോഞ്ച് ഗഗനിയാൻ ആൻഡ് ഇറ്റ് ഹാസ് ദ നെസസറി പേലോഡ് കേപ്പബിലിറ്റി. അപ്പോൾ ആവശ്യമുള്ള വെയിറ്റും കാര്യങ്ങളൊക്കെ ലിഫ്റ്റ് ഓഫ് ചെയ്യാനുള്ള കപ്പാസിറ്റി GSLV Mark 3 ഉണ്ട്. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു റോക്കറ്റിനെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഒരു റോക്കറ്റിന്റെ പ്രത്യേകതയാണ് ക്രയോജനിക് എഞ്ചിൻ ടെക്നോളജി ഒക്കെ ആണെങ്കിലും ഇൻഡിജിനസ് ആയിട്ടുള്ള ആ ഒരു ക്രയോജനിക് എഞ്ചിൻ ടെക്നോളജി ഒക്കെ ആണെങ്കിലും നമ്മൾ ഈ റോക്കറ്റിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ വ്യക്തമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടത്. പിന്നെ ലാസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ സിഗ്നിഫിക്കൻസും കൂടെ മനസ്സിലാക്കിയിരിക്കുക. ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള മിഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ എൻഹാൻസ്മെന്റ്സ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ അവർ കൺട്രി. നമ്മുടെ രാജ്യത്തെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും. എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ യൂത്തിനിടയിൽ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കൂടുതൽ ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ സയൻസ് ആൻഡ് ടെക്നോളജി മേഖലയിലേക്ക് കടന്നു വരാനായിട്ട് ഒരു ഇൻസ്പിറേഷൻ കൂടിയായിരിക്കും ഇങ്ങനെയുള്ള മിഷൻസ് ഉള്ള കാര്യം ഓർക്കുക. എസ്പെഷ്യലി ചന്ദ്രയാൻ 3 ഒക്കെ ആണല്ലോ ഇപ്പം ഒരുപാടധികം സക്സസ്ഫുൾ ആയിട്ടുള്ള മിഷൻസ് ISRO കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു മിഷൻസിന്റെ ഒക്കെ തന്നെ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഇങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഫ്ലൈറ്റ് ടെസ്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോഴേക്കും രാജ്യത്ത് ഒരുപാടധികം യൂത്തിന് ഈ മേഖലയിലേക്ക് കടന്നു വരണം എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു പ്രചോദനം തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളത് ഇതിന്റെ വലിയൊരു സിഗ്നിഫിക്കൻസ് ആണ്. ആൻഡ് ഗഗനിയാൻ വിൽ ഇൻവോൾവ് ന്യൂമറസ് ഏജൻസീസ്, ലബോറട്ടറീസ്, ഡിസിപ്ലിൻസ്, ഇൻഡസ്ട്രീസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ്സ്. ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുടെയും ഏജൻസികളുടെയും ലബോറട്ടറീസിന്റെ കൂടെ ഒരു കൂട്ടായ്മയാണ് ഈ ഗഗനിയാൻ മിഷൻ എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്ത് ഈ പറഞ്ഞ പോലെ ഒരു ഇൻഡസ്ട്രിയൽ ഗ്രോത്തിനും ഇത് സഹായിക്കും. എസ്പെഷ്യലി പ്രൈവറ്റ് ഈ പറഞ്ഞ പോലെ പാർട്ടിസിപ്പേഷൻ, സ്പേസ് മേഖലയിലെ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഒക്കെ വളർത്താനായിട്ട് ഗവൺമെന്റ് റീസെന്റ് രൂപീകരിച്ച ഇൻസ്പേസ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഒക്കെ തന്നെയാണ് നമ്മുടെ സ്പേസ് സെക്ടറിൽ വളർത്തിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അപ്കമിംഗ് ആയിട്ടുള്ള ഗഗനിയാൻ മിഷൻ. ഇതിനുശേഷം ഈ പറഞ്ഞാൽ നമ്മുടെ ശുക്രയാൻ മിഷൻ എന്ന് പറയുന്ന ഒരു മിഷൻ കൂടെ വരുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ആദിത്യ L1 മിഷൻ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ചന്ദ്രയാൻ 3യും സക്സസ്ഫുൾ ആയിട്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് മിഷൻസ് ഈ പറഞ്ഞ പോലെ കണ്ടക്ട് ചെയ്യുമ്പോഴേക്കും ആഗോളതലത്തിൽ ഗ്ലോബൽ ലെവലിൽ ഈ പറഞ്ഞ പോലെ ആസ് എ സ്പേസ് ഏജൻസി ISROയുടെ ലെവലാണെങ്കിലും ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. റീസെന്റ് നമ്മൾ കണ്ടതാണ് ഒരുപാടധികം മിഷൻസ് ഈ പറഞ്ഞ പോലെ ഇന്ത്യയും നാസയും കൂടെ ചേർന്നിട്ട് ISROയും നാസയും കൂടെ ചേർന്നിട്ടൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഗ്ലോബൽ ലെവലിൽ ഇന്ത്യയുടെ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ഒരു ലെവലപ്പ് ചെയ്യാനായിട്ട് ഗ്രേഡപ്പ് ചെയ്യാനായിട്ടും ഇങ്ങനെയുള്ള മിഷൻസ് സഹായിക്കും എന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചേക്കുക. ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ഇംപ്രൂവിംഗ് ഇന്റർനാഷണൽ കൊളാബറേഷൻ. ഇപ്പോൾ റീസെന്റ് നമ്മൾ പറഞ്ഞില്ലേ ഗഗനിയാൻ ആണെങ്കിൽ പോലും ആ ഒരു ക്രൂ മെമ്പേഴ്സിനെ നമുക്ക് എന്താ പറയുക അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ നൽകാനായിട്ട് മീൻസ് അവർക്ക് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നൽകാനായിട്ട് റഷ്യയുടെ നല്ലൊരു പിന്തുണ നമുക്ക് കൃത്യമായിട്ടുണ്ട്. സോ അങ്ങനെ ഈ പറഞ്ഞ പോലെ മറ്റു രാജ്യങ്ങളുടെയും കൂടെ പിന്തുണ ഇന്റർനാഷണൽ കൊളാബറേഷൻ ഒക്കെ തന്നെ വർദ്ധിപ്പിക്കാനായിട്ട് ഈ ഒരു ഇങ്ങനെയുള്ള സയൻസ് മേഖല നമുക്ക് സഹായിക്കും എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിൽ വെച്ചേക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാം. അടുത്ത ആർട്ടിക്കിളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയുള്ള ഒരു ആർട്ടിക്കിളാണ്. ഇന്ത്യ ടു ഹാവ് ഇറ്റ്സ് ഓൺ സ്പേസ് സ്റ്റേഷൻ ബൈ 2035 സേസ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് വായിച്ചിരിക്കുന്നത്. അതായത് ഇപ്പം ഇന്നലെ തന്നെ ആ ഒരു ക്രൂ മെമ്പേഴ്സിനെ അൺവീൽ ചെയ്ത ആ വേദിയിൽ വെച്ച് തന്നെ അദ്ദേഹം പറഞ്ഞതാണ് 2035 ആകുമ്പോൾ ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു സ്പേസ് സ്റ്റേഷൻ ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിലവിൽ ആർക്കാണ് ഈ സ്പേസ് സ്റ്റേഷൻ ഉള്ളതെന്ന് ചോദിച്ചാൽ നിലവിൽ നമ്മളിപ്പം തൊട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഭൂമിയെ കുറിച്ചിട്ടും അല്ലെങ്കിൽ സ്പേസിനെ കുറിച്ചിട്ടൊക്കെ തന്നെ പഠനങ്ങൾ നടത്താനായിട്ട് സഹായിക്കുന്ന ഒരു ലബോറട്ടറി, സ്പേസിലുള്ള ലബോറട്ടറി എന്ന് ഓർത്തിരുന്നാൽ മതി ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. അവിടെ നിലവിൽ പറയുകയാണെങ്കിൽ ഇന്ത്യ അവിടെ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഇന്ത്യക്ക് ഒരു ഫൗണ്ടർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യ സ്ഥാപിച്ച ഒരു സ്പേസ് സ്റ്റേഷൻ അല്ല അത്. ഈ പറഞ്ഞ പോലെ അതിന്റെ മെമ്പേഴ്സിന് ഞാൻ പറഞ്ഞുതരാം. അതിന് പകരം സ്വന്തമായിട്ട് നമ്മുടെ ഒരു സ്പേസ് സ്റ്റേഷൻ 2035 ആകുമ്പോഴേക്കും ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ഈ വാർത്തയിലേക്ക് വന്നിരിക്കുന്നത്. സോ എന്തായാലും ഇതിൽ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട നിലവിലുള്ള ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, അതായത് ഈ ഒരു പിക്ചറിൽ കാണുന്നതാണ് നിലവിലെ ആ ഒരു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. നിങ്ങൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ സയൻസ് ഫിക്ഷൻ മൂവീസിലൊക്കെ തന്നെ ഇത് കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഈ സ്പേസ് സ്റ്റേഷൻ കണ്ടിട്ടുണ്ടാവും. ഭൂമിക്ക് മുകളിലെ ഓൾമോസ്റ്റ് ആ ഒരു ലോവർ ഓർബിറ്റ് 300 മുതൽ 400 കിലോമീറ്റർ അകലെയുള്ള ലോവർ ഓർബിറ്റിലാണ് ഇത് സ്റ്റേഷൻ ചെയ്യുന്നത്. ഭൂമിക്ക് ചുറ്റും ഈ പറഞ്ഞ പോലെ റിവോൾവ് ചെയ്യും. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഭൂമിയെ കുറിച്ചുള്ള അല്ലെങ്കിൽ സ്പേസിനെ കുറിച്ചുള്ള പഠനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുക എന്നുള്ളതൊക്കെയാണ് ഈ സ്പേസ് സ്റ്റേഷന്റെ പ്രധാനപ്പെട്ട ഈ പറഞ്ഞ പോലെ വർക്കിംഗ് ആയിട്ട് പറയപ്പെടുന്നത്. സോ എന്തായാലും നിലവിലെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിലും ഇറ്റ്സ് എ ലാർജസ്റ്റ് മാൻ മെയ്ഡ് ഒബ്ജക്ട് ഇൻ സ്പേസ് ലോഞ്ച്ഡ് ഓൺ നവംബർ 20, 1998 ലോഞ്ച് ചെയ്തതാണെന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ആൻഡ് സെർവ്സ് ആസ് എ ഹാബിറ്റാറ്റ് ഫോർ ആസ്ട്രോനോട്ട്സ് ഇൻ സ്പേസ് സിൻസ് 2011 ISS അഥവാ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഹാസ് ബീൻ കണ്ടിന്യൂസ്ലി ഈ പറഞ്ഞ പോലെ നമ്മൾ ആസ്ട്രോണറ്റ്സിനെ ഈ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് അയക്കാറുണ്ട് 2011 ശേഷം. സോ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റിംഗ് സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നമ്മുടെ നാസ, അതേപോലെ റഷ്യയുടെ റോസ്കോമോസ്, യൂറോപ്പിന്റെ ESA യൂറോപ്യൻ സ്പേസ് ഏജൻസി, ജാപ്പനീസ് സ്പേസ് ഏജൻസി ജാക്സ, ആൻഡ് കാനഡിയൻ സ്പേസ് ഏജൻസി CSA. ഈ 5 രാജ്യങ്ങൾ ചേർന്നിട്ടാണ്. അപ്പം ഏതൊക്കെ രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ രൂപീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ US, റഷ്യ, യൂറോപ്പ്, ജപ്പാൻ ആൻഡ് കാനഡ, ഈ 5 രാജ്യങ്ങളോട് ചേർന്നിട്ടാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ രൂപീകരിച്ചിരിക്കുന്ന കാര്യം ഓർത്ത് വെച്ചേക്കാം. സോ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഈസ് ഇൻ ഓർബിറ്റ് അബൌട്ട് 400 കിലോമീറ്റേഴ്സ് അബോവ് ദർ, ആ ലോ എർത്ത് ഓർബിറ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ദെൻ ഇത് സ്പീഡ് നോക്കുവാണെങ്കിൽ മണിക്കൂറിൽ ഈ പറഞ്ഞ പോലെ 28,000 കിലോമീറ്റർ പെർ അവറിലാണ് ഈ പറഞ്ഞ പോലെ ഈ സ്പേസ് സ്റ്റേഷൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഓർബിറ്റ്സ് എർത്ത് അബൌട്ട് എവറി 90 മിനിറ്റ്സ്. ഓരോ 1.5 മണിക്കൂർ കൂടുമ്പോൾ 90 മിനിറ്റ്സ് കൂടുമ്പോഴും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ആരെ വലയം വെക്കുന്നുണ്ട്, ഭൂമിക്ക് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ആൻഡ് ഇതിന് എന്തിനാണ് നമ്മളിങ്ങനെ ഈ സ്പേസ് സ്റ്റേഷൻ ലോഞ്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു എക്സ്പാൻഡ് അവർ നോളജ് അബൌട്ട് സ്പേസ്, നമ്മൾ സ്പേസിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ടും അവിടെയുള്ള മൈക്രോ ഗ്രാവിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ടൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ നമ്മൾ അവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു കാര്യം ഓർത്ത് വെച്ചേക്കാം. ആൻഡ് ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനും എന്തിന്റെ എക്സാമ്പിൾ തന്നെയാണ്, എക്സാമ്പിൾ ഓഫ് ഇന്റർനാഷണൽ കോഓപ്പറേഷൻ എക്സാമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് കൂട്ടായ്മയാണല്ലോ തീർച്ചയായിട്ടും അവിടെ വരുന്നത്. റീസെന്റ് വാർത്ത വരുന്നുണ്ടായിരുന്നു, റഷ്യ ഇതിൽ നിന്നും പിന്മാറാൻ പോകുന്ന എന്ന രീതിയിലേക്ക് വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. അവർക്ക് സ്വന്തമായിട്ട് അവരൊരു സ്പേസ് സ്റ്റേഷൻ നിർമ്മിക്കാൻ പോകുന്നു. അതോടൊപ്പം ചൈനയും സ്വന്തമായിട്ട് അവരൊരു സ്പേസ് സ്റ്റേഷൻ, നിലവിൽ ചൈനയ്ക്ക് ഇതിനകത്ത് ഭാഗമില്ല, അപ്പോൾ ചൈനയൊക്കെ തന്നെ സ്വന്തമായിട്ടുള്ള സ്പേസ് സ്റ്റേഷൻ നിർമ്മിക്കാൻ പോകുന്ന രീതിയിലേക്ക് വാർത്ത വരുന്നുണ്ട്. സോ അവിടെയാണ് നമ്മളും ഈ പറഞ്ഞ പോലെ സ്വന്തമായിട്ടൊരു സ്പേസ് സ്റ്റേഷൻ നിർമ്മിക്കാൻ പോകുന്നത്, നോൺ ആസ് ഇന്ത്യൻ സ്പേസ് സ്റ്റേഷൻ. 2035 ആകുമ്പോഴേക്ക് അത് പ്രാബല്യത്തിലേക്ക് വരും എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സോ ഇതിനകത്ത് പ്രൈമർലി ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒന്നുമല്ല, ഇസ് ടു അക്കോമഡേറ്റ് ആസ്ട്രോണറ്റ്സ് ഫോർ അപ് ടു 20 ഡേയ്സ്, 20 ദിവസം വരെ ഈ പറഞ്ഞ ആസ്ട്രോണറ്റ്സിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള കപ്പബിലിറ്റി നമ്മുടെ സ്പേസ് സ്റ്റേഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ആൻഡ് ദ പ്രോജക്ട് വിൽ ബി ആൻ എക്സ്റ്റൻഷൻ ഓഫ് ഗഗൻയാൻ മിഷൻ. ഈ ഗഗൻയാൻ മിഷൻ 5 to 7 ഡേയ്സ് ആണല്ലോ സ്പേസിൽ കഴിയുന്നത്. അപ്പോൾ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിരിക്കും, 20 ഡേയ്സ് വരെ സ്പേസിൽ കഴിയാനായിട്ടുള്ള സൗകര്യമായിരിക്കും സ്പേസ് സ്റ്റേഷൻ നൽകുന്നത്. ഇത് പക്ഷേ ഓർത്തിരിക്കേണ്ട കാര്യമുണ്ട്, ഇത് നമ്മൾ ടൂറിസം പർപ്പസിനല്ല, ഇത് എക്സ്പെരിമെന്റ്, നമ്മുടെ സയൻസ് റിലേറ്റഡ് ആയ എക്സ്പെരിമെന്റ് പർപ്പസിനായിരിക്കും നമ്മൾ ഈ സ്പേസ് സ്റ്റേഷൻ ഉപയോഗിക്കാൻ പോകുന്നത്. ആൻഡ് ഇറ്റ് വിൽ ഓർബിറ്റ് അറ്റ് an altitude of around 400 കിലോമീറ്റർ. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ പോലെ തന്നെ 400 കിലോമീറ്റർ അകലെയായിരിക്കും ഇതും ഓർബിറ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് വർക്കിംഗ് ഓൺ സ്പേസ് ഡോക്കിംഗ്, ഇപ്പൊ നിലവിൽ പറയുകയാണെങ്കിൽ ISRO ഇതിന്റെ ഭാഗമായിട്ട് സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റും കാര്യങ്ങളൊക്കെ തന്നെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സ്പേസ് ഡോക്കിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ്സ് എ ടെക്നോളജി ദാറ്റ് അലൗസ് ട്രാൻസ്ഫറിംഗ് ഹ്യൂമൻസ് ഫ്രം വൺ സ്പേസ് ക്രാഫ്റ്റ് ടു അനദർ. അതായത് നിങ്ങൾ ഒരു പക്ഷേ ഇങ്ങനെയുള്ള മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ഈ ഭൂമിയിൽ നിന്ന് അയക്കുന്ന ഈ സ്പേസ് ക്രാഫ്റ്റ്, ഭൂമിയിൽ നിന്നും സ്പേസ് ക്രാഫ്റ്റിൽ അയക്കുന്ന ആസ്ട്രോണറ്റ്സിനെ ഈ ഒരു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ഈ സ്പേസ് ഡോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് പോയ സ്പേസ് ക്രാഫ്റ്റിൽ നിന്നും അവരെങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആകപ്പെടും, ISSലേക്ക്, അതായത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആ ഒരു ടെക്നോളജിക്ക് പറയുന്ന പേരാണ് സ്പേസ് ഡോക്കിംഗ്. ഓക്കെ, ദെൻ ഈ പറഞ്ഞ പോലെ ഇത്രയും ആ ഒരു പോയിന്റ് ആണ് ആ ഒരു ആർട്ടിക്കിൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്. മെയിൻ ആയിട്ട് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനും അത് എവിടെയാണ്, എത്ര അകലെയാണ് നിൽക്കുന്നതും അതിനകത്ത് പാർട്ടിസിപ്പേറ്റിംഗ് സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യം നോക്കണം. നാസ, റോസ്കോമോസ് അഥവാ റഷ്യ, യൂറോപ്പ്, അതുപോലെ ജപ്പാൻ ആൻഡ് കാനഡ, ഈ 5 രാജ്യങ്ങളാണ് ഇതിനകത്ത്. US, റഷ്യ, യൂറോപ്പ്, ജപ്പാൻ, കാനഡ, 5 രാജ്യങ്ങളാണ് ഇതിന്റെ പങ്കാളികൾ എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ദെൻ ഇനി നമ്മൾ അടുത്തൊരു ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. ഇത് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 എക്കോളജി ആൻഡ് എൻവയോൺമെന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്രിലിംസ് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ തന്നെയാണ്. ഇന്ന് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ആർട്ടിക്കിൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എഡിറ്റോറിയൽ പേജിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്ത ആർട്ടിക്കിൾസ് ആണ് കൂടുതലായിട്ടും വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ സിംലിപാൽ സീക്സ് മോർ ഫീമെയിൽ ടൈഗേഴ്സ് ഫ്രം അതർ റീജിയൻസ് എന്നാണ് ഈ ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിച്ചിരിക്കുന്നത്. കാരണം സിംലിപാൽ ടൈഗർ റിസർവ് നമ്മൾ ഒഡീഷയിൽ ഒരു പ്രധാനപ്പെട്ട ടൈഗർ റിസർവ് ആണ്. ഇവിടെ ഈ പറഞ്ഞ പോലെ ഇൻബ്രീഡിങ്, അതായത് അവിടെയുള്ള ടൈഗേഴ്സ് തമ്മിൽ ഇൻബ്രീഡിങ് ഈ പറഞ്ഞ പോലെ വർദ്ധിക്കുന്നത് മൂലം അവിടെ ഈ പറഞ്ഞ പോലെ മെലനിസ്റ്റിക് ടൈഗേഴ്സ് എന്ന് പറയുമ്പോഴേക്കും എന്താ പറയുക, ജനറ്റിക് ആയിട്ടുള്ള വേരിയേഷൻസ്, മ്യൂട്ടേഷൻസ് മൂലം ഈ പറഞ്ഞ പോലെ ഉണ്ടാകുന്ന ടൈഗേഴ്സ് ആണ് ബേസിക്കലി. അപ്പൊ ഇങ്ങനെയുള്ള മെലനിസ്റ്റിക് ടൈഗേഴ്സ് അവിടെ രൂപപ്പെടുന്ന കാരണം ഒറിജിനൽ കാറ്റഗറി അല്ലെങ്കിൽ ആ ഒരു ഒറിജിനൽ ആയിട്ടുള്ള അവയുടെ രൂപം നഷ്ടപ്പെടുന്നു, ടൈഗേഴ്സിന്റെ രൂപം നഷ്ടപ്പെടുന്നു എന്ന് കണക്കാക്കിക്കൊണ്ടിട്ടാണ് പുറത്തു നിന്നും മറ്റ് റീജിയൻസും ഈ പറഞ്ഞ പോലെ ഫീമെയിൽ ടൈഗേഴ്സിനെ സിംലിപാൽ ടൈഗർ റിസർവിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ ആവശ്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആദ്യം മനസ്സിലാക്കേണ്ട സിംലിപാൽ ടൈഗർ റിസർവ് നാഷണൽ പാർക്കിനെ കുറിച്ചിട്ടാണ്. ഒഡീഷയിൽ എന്നുള്ള ഒരു പോയിന്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ദെൻ അതിന്റെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. സിംലിപാൽ ടൈഗർ റിസർവ് ലൊക്കേറ്റഡ് വിത്തിൻ ദ മയൂർഭഞ്ച് ഡിസ്ട്രിക്ട് ഇൻ ദ നോർത്ത് മോസ്റ്റ് പാർട്ട് ഓഫ് ഒഡീഷയാണ്. ആൻഡ് ഇറ്റ് ഇസ് സറൗണ്ടഡ് ബൈ ഹൈ പ്ലാറ്റ്യൂസ് ആൻഡ് ഹിൽസ്, എസ്പെഷ്യലി ദ ഹയസ്റ്റ് പീക്ക് ബീയിങ് ദ ട്വിൻ പീക്സ് ഓഫ് കൈരിബ്രു ആൻഡ് മേഘഷിനി. ഓക്കെ, അപ്പോൾ ഈ 2 പീക്കുകൾക്ക് ഇടയിലാണ് ഈ പറഞ്ഞ പോലെ ഈ ഒരു സിംലിപാൽ ടൈഗർ റിസർവ് ഉള്ളത്. ആൻഡ് ദിസ് ഇറ്റ് വാസ് ഡിക്ലെയർഡ് ആസ് എ ടൈഗർ റിസർവ് ഇൻ ദ ഇയർ 1956. 1956 ടൈഗർ റിസർവ് ആയി ഡിക്ലെയർ ചെയ്താണ്. ദെൻ ഇറ്റ്സ് പാർട്ട് ഓഫ് പ്രോജക്ട് ടൈഗർ. 1973 തൊട്ട് പ്രോജക്ട് ടൈഗറിന്റെ ഭാഗമാണെന്നുള്ള കാര്യം, ടൈഗർ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റ് ആണ് പ്രോജക്ട് ടൈഗർ. ഇതിന്റെ ഭാഗം കൂടിയാണ് സിംലിപാൽ ടൈഗർ റിസർവ്. ഇവിടുത്തെ വെജിറ്റേഷൻ നോക്കുവാണെങ്കിൽ മിക്സ് ഓഫ് ഫോറസ്റ്റ് ടൈപ്സ് ആണ്. നോർത്ത് ആൻഡ് ട്രോപ്പിക്കൽ മോയിസ്റ്റ് ഡെസിജസ് ഡൊമിനേറ്റിംഗ് സം സെമി എവർഗ്രീൻ പാച്ചസ്. അപ്പോൾ മോയിസ്റ്റ്
ട്രോപ്പിക്കൽ മോയ്സ്റ്റ് ഡിസീജസ് ഫോറസ്റ്റ് ആണ് കൂടുതലായിട്ട് ഇവിടെ കാണുന്നത്. കുറച്ച് സെമി എവർഗ്രീൻ ഫോറസ്റ്റ് ടൈപ്സും കൂടെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിന്റെ രണ്ടും കൂടെ ഒരു മിക്സ് ആണ് കൃത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിംലിപാൽ ടൈഗർ റിസർവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് only landscape in the world that is home to melanistic tigers. നമ്മൾ ഈ വാർത്തയിൽ വന്നിരിക്കുന്ന melanistic ടൈഗേഴ്സിന്റെ only home in the world ആണ്, only landscape in the world that is home to മെലനിസ്റ്റിക് ടൈഗേഴ്സ് ആണ് സിംലിപാൽ ടൈഗർ റിസർവ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ദെൻ ഈ സിംലിപാൽ ടൈഗർ റിസർവിന്റെ ചുറ്റുവട്ടത്ത് അറൗണ്ട് ആയിട്ട് കാണപ്പെടുന്ന ട്രൈബൽ ഗ്രൂപ്പ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊൽഹ, സന്താല, ഭൂമിജ ആൻഡ് ബഡോഡി, ഗോണ്ടാസ്, ഖാദിയ, മൻഖാദിയ ആൻഡ് സഹാറ. ഇത്തരത്തിലുള്ള ട്രൈബ്സ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് ഏത് ടൈഗർ റിസർവിന്റെ ചുറ്റുവട്ടത്താണ്? നമ്മുടെ സിംലിപാൽ ടൈഗർ റിസർവിനോട് അറൗണ്ട് ആണെന്നുള്ളൊരു കാര്യം കൂടി മനസ്സിൽ വെച്ചേക്കാം. ഓക്കെ, ദെൻ ഈ മെലനിസ്റ്റിക് ടൈഗേഴ്സ്, വാർത്തയിലുള്ള മെലനിസ്റ്റിക് ടൈഗേഴ്സ് എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇറ്റ്സ് എ കണ്ടീഷൻ ആണ്, ഒരു ജനറ്റിക് കണ്ടീഷൻ ആണ്, characterized by wide merged stripes. ഇപ്പൊ ഈ പടത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നോർമൽ ഒരു ടൈഗേഴ്സിന്റെ ഒരു സ്ട്രിപ്സ് പോലെ, ഡാർക്ക് കളർ, അത് ഇച്ചിരി പറഞ്ഞ പോലെ നമ്മൾ തുടക്കത്തിൽ ഈ ഒരു ടൈഗറിന് ഒരു നോർമൽ രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ഈ ഒരു പിക്ചർ നിങ്ങൾ നോക്കി, ആ ഒരു സ്ട്രിപ്സിന് കുറച്ചുകൂടെ വൈഡ് അല്ല, വൈഡും ആണ് മെർജ്ഡും ആണ്. തൊട്ടടുത്തുള്ള സ്ട്രിപ്സുമായിട്ടെല്ലാം തന്നെ അത് മെർജ്ഡ് ആണ്. സോ ഇങ്ങനെ വരുന്ന ഒരു കണ്ടീഷനെയാണ് മെലനിസ്റ്റിക് ടൈഗേഴ്സ്, ഇങ്ങനെ കണ്ടീഷനുള്ള ടൈഗേഴ്സിനെയാണ് മെലനിസ്റ്റിക് ടൈഗേഴ്സ് എന്ന് ബേസിക്കലി പറയപ്പെടാറുള്ളത്. ദെൻ ഈ ഒരു നമ്മുടെ സിംലിപാൽ ടൈഗർ റിസർവിലുള്ള ടൈഗേഴ്സിൽ 37% ടൈഗേഴ്സും ഇത്തരത്തിലുള്ള സ്യൂഡോ മെലനിസ്റ്റിക് കണ്ടീഷനുള്ള ടൈഗേഴ്സ് ആണെന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലേക്ക് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ DNA പഠിക്കാനുണ്ടായിരുന്നത്. പിന്നെ ഡിസ്കസ് ചെയ്ത ആർട്ടിക്കിൾസ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്